അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദിയായിരിക്കുകയാണ് വിയ്യൂർ ജയിലും. ഡെൻമാർക്കിൽ നിന്നുള്ള ആസ്റ്റേരിയൻ ഹേഴ്സ് തിയേറ്ററാണ് വിയ്യൂർ ജയിലിൽ നാടകം അവതരിപ്പിച്ചത്. വിശ്വപ്രസിദ്ധമായ വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകമാണ് ജയിലിൽ അവതരിപ്പിച്ചത്. റോമിയോയും ജൂലിയറ്റുമായി അരങ്ങുതീർത്ത പീറ്റർ കിർക്കിനും ചിൽഡ് ക്ലൂസനിക്കും നിറഞ്ഞ സദസ്സിന്റെ കയ്യടികൾ. റോമിയോയുടെയും ജൂലിയറ്റിന്റെയും പ്രണയകഥയ്ക്കൊപ്പം വിയ്യൂർ ജയിലിലെ അന്തേവാസികളും സഞ്ചരിച്ചു. അഭിനേതാക്കൾക്കും ജയിൽ എന്നരങ്ങ് ആദ്യം. It's been a great pleasure for us to be here in jail for the very first time in jail. I will pronounce it. But thank you so much for letting us do this. ഇറ്റ്ഫോക്ക് നാടകോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിയ്യൂർ ജയിലിന്റെ അങ്കണവും നാടകവേദിയായി മാറിയത്. ഡെൻമാർക്കിൽ നിന്ന് ഇവിടെ എത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇതുപോലെ തടവുകാർക്ക് മുന്നിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ കഴിഞ്ഞത്, അതും ഷേക്സ്പിയറിന്റെ വിശ്വപ്രശസ്തമായ റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ അവരുടേതായ ഒരു വേർഷനാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്യുജ്വലമായ ഒരു അവതരണവും അസാമാന്യമായ എനർജിയുമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൈലൻസ് ആണ് ഈ പ്രാവശ്യത്തെ ഇറ്റ്ഫോക്കിൻ്റെ തീം. അത് കൃത്യമായിട്ട് ജയിലിൽ വന്നിട്ട് ഇത് കളിക്കുമ്പോൾ അത് അർത്ഥപൂർണമായിട്ടും, അത് മാത്രമല്ല അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടി നമുക്ക് ചെയ്യാനൊത്തു. അവരിൽ പലരും ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമാകാം ഒരു നാടകം കാണുന്നത്. തടവ് പുള്ളികളുടെ മാനസിക പരിവർത്തനം ലക്ഷ്യമാക്കിയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് വിയ്യൂർ ജയിലിൽ അവതരിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നിതിൻ, വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിൽ സംഘാടകരായാലും അവർ ഓരോരുത്തരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്കതിൽ കാണാം ഏറ്റവും പുറകിലായിട്ടൊക്കെ അന്തേവാസികൾ ഉൾപ്പെടെ നിൽക്കുന്നതും ഒരു പുതിയൊരു അനുഭവമായിരിക്കുമല്ലേ. അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയത് എങ്കിൽ പോലും വിയ്യൂർ ജയിലിലേക്ക് അല്ലെങ്കിൽ ഒരു ജയിലിലേക്ക് എത്തുക, അവിടെ നാടകം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു ലക്ഷ്യവും കൂടി ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഓരോരുത്തരും പറയുന്നത്? വില്യം ഷേക്സ്പിയർ തൻ്റെ ഒരു മോണോലോഗിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകം മുഴുവൻ വേദിയാണ്, നമ്മളെല്ലാം അതിലെ അഭിനേതാക്കളാണ് എന്നുള്ളൊരു കാര്യം. അതിനെ അനുസ്മരിപ്പിക്കുന്ന ആ വാക്കുകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് ഇന്നലെ തൃശ്ശൂർ വിയ്യൂർ ജയിലിൽ വെച്ച് നടന്നത്. അതായത് വിയ്യൂർ ജയിൽ ഒരു നാടകവേദിയായി മാറി, അതിന് ഒരു അരങ്ങായി മാറി. ആ അരങ്ങിലേക്ക് എത്തിയ കലാകാരന്മാർ, ഡെൻമാർക്കിൽ നിന്നുള്ള 2 കലാകാരന്മാരാണ് ഈ അരങ്ങിലേക്ക് എത്തിയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ലോകം മുഴുവൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ, വേദികളിൽ നാടകം അവതരിപ്പിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവർക്കും ഇതൊരു ആദ്യ അനുഭവമായിരുന്നു. ഒരു ജയിലിൻ്റെ അങ്കണത്തിൽ, ഒരു ജയിലിനുള്ളിൽ അവിടുത്തെ ജയിലിലെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു നാടകം അവതരിപ്പിക്കുക എന്നുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കളിച്ച നാടകം. 2, ഇത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു നാടകം ഈ ജയിലിനകത്ത് വെച്ച് കളിച്ചു എന്നുള്ളത്. അതായത് ഈ നാടകം റോമിയോ ആൻഡ് ജൂലിയറ്റ് ആയിരുന്നു. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം, സ്നേഹബന്ധത്തിനെ പറ്റി പറയുന്നതാണ് ഈ നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജയിലിനുള്ളിൽ കഴിയുന്ന ആളുകൾ പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പല ശിക്ഷകൾ ലഭിച്ച് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു മനപരിവർത്തനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു കലാരൂപം അതായിട്ടാണ് ഈ നാടകത്തിനെ കണ്ടിരിക്കുന്നത്. ഈ നാടകം കളിച്ച, നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണെങ്കിലും ഈ ജയിലധികൃതരാണെങ്കിലും എല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഒരു മനസ്സിനൊരു പരിവർത്തനം ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അങ്ങനെയാണ് ഈ ഒരു നാടകം, സ്നേഹബന്ധങ്ങളെപ്പറ്റി പറയുന്ന ഒരു നാടകം ഈ ജയിലിനകത്ത് വെച്ച് നാടകം അവതരിപ്പിക്കുന്നത്. അപ്പം അഭിനേതാക്കളെ സംബന്ധിച്ചിട്ടും ഇതൊരു ആദ്യ അനുഭവമായിരുന്നു. ജയിലിനുള്ളിൽ കഴിയുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇതൊരു ആദ്യ അനുഭവമായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുകയാണ്. പല വേദികളിലായിട്ട് പല നല്ല നാടകങ്ങൾ നടക്കുന്നു. ഇത് കാണാൻ ഒട്ടനവധി ആളുകൾ വരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ജയിലിനുള്ളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ജയിലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിച്ചത്.